ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ചതിയനാണ് നീ ഇതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞ് ലയ പോയി. ലയ നേരെ വന്നത് മേഘയുടെ അടുത്തേക്കായിരുന്നു. ചേച്ചി, ലയയെ കണ്ടപ്പോൾ മേഘ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ലയ മേഘയുടെ തലയിൽ തലോടി. പ്രണയം വിട്ടുകൊടുക്കുന്നതും സ്നേഹമാണ് അല്ലേ മേഘ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ആരുടെ പ്രണയം വിട്ടുകൊടുക്കാനാ? ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു മേഘ, പക്ഷെ അവനെ മറ്റൊരു പെണ്ണും സ്നേഹിക്കുന്നു. ഞാൻ അവനെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത്. എനിക്ക് അവനെ മറക്കാൻ കഴിയില്ല. അവൾ വിട്ടു തരുന്നുമില്ല. ആകെ ധർമ്മസങ്കടത്തിലാണ് ഞാനിപ്പോ. ചേച്ചി വിഷമിക്കണ്ട, ആത്മാർത്ഥമായ സ്നേഹം നമ്മളെ വിട്ടു പോവില്ല. ആ ആള് ചേച്ചിക്ക് തന്നെ കിട്ടും, ഇതെന്റെ വാക്ക്. താൻ സ്നേഹിക്കുന്ന ആളിനെ തന്നെയാണ് ലയ സ്നേഹിക്കുന്നതെന്നറിയാതെ ലയയെ മേഘ ആശ്വസിപ്പിച്ചു. ഇന്നത്തെ ചോദ്യം: മേഘയ്ക്ക് തുണയാവാൻ വിക്രാന്തിനോട് പറഞ്ഞതാര്? എ ശിവൻ, ബി ശേഷാനാഗം, സി സ്വാമി, ഡി നീരാളി. നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ. അങ്ങനെ മഹാശിവരാത്രി എത്തി. ഇന്നാണ് മഹാശിവരാത്രി. മഹി, ക്ഷേത്രത്തിൽ പോവണ്ടേ? കൂട്ടുകാർ മഹിയോട് ചോദിച്ചു. പോകണം, മഹാദേവന്റെ മുന്നിൽ ഇന്നെനിക്ക് പ്രണയസാഫല്യം നടക്കേണ്ടതാണ്. മേഘ കടലിനടിയിൽ അവളുടെ വീട്ടിൽ വധുവായി അണിഞ്ഞൊരുങ്ങി. കരയിൽ മഹിയോടൊപ്പം കതിർ മണ്ഡപത്തിൽ കയറേണ്ടതാണ്. അവരുടെ വേഷമാണ് ധരിക്കേണ്ടത്. ലയ മേഘയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. ശരിയാ, ഇന്ന് മഹിയുടെ മാംഗല്യമാണ്, പക്ഷേ വധു ഞാനാണെന്ന് മാത്രം ലയ മനസ്സിൽ പറഞ്ഞു. ചേച്ചി, എന്താ ആലോചിക്കുന്നത്? നിന്നെ മഹിയോടൊപ്പം വധുവായി നിൽക്കുന്നത് സങ്കല്പിച്ച് കാണുകയായിരുന്നു ഞാൻ. ഷോ, എനിക്ക് നാണം വരുന്നു. മേഘ നാണത്തോടെ തല താഴ്ത്തി. മേഘ, അതീവ സുന്ദരിയായിരിക്കുന്നു നീ. നിന്നെ ഇനി മഹി കഴുത്തിൽ താലി കെട്ടും. അതിനുശേഷം നിന്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തും. പിന്നെ നീ മഹിക്ക് സ്വന്തം, അല്ലേ? അതെ, പിന്നെ എന്നേക്കുമായി മഹിയുടെ മാത്രം മേഘയാണ്, മഹിയുടെ മാത്രം. അത് കേട്ട് ലയയുടെ കണ്ണിൽ നിന്നും കണ്ണീർ വീണോണ്ടേയിരുന്നു. ലയ മേഘയുടെ അടുത്ത് നിന്ന് സങ്കടത്തോടെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇരുന്നു. ലയ മെല്ലെ പുഞ്ചിരിച്ചു. എന്നോട് ക്ഷമിക്കൂ മേഘ. മഹി സ്വീകരിക്കാൻ പോകുന്നത് എന്നെയാണ്, എന്നെ മാത്രം. കാരണം മഹിയുടെ വീട്ടുകാർക്ക് ഞാനാണ് മേഘ. ലയയുടെ മനസ്സിൽ സന്തോഷം അലതല്ലി. അരുത് ലയ, നീ ചെയ്യുന്നത് മഹാപാപമാണ്. വിക്രാന്ത് ലയയെ തടഞ്ഞു നിർത്തി. മാറി വിക്രാന്ത്, ഇത് കടലാണ്, ഞാനൊരു മത്സ്യകന്യകയും. ലയ, ഞാൻ വിചാരിച്ചാൽ മതി നീ ഈ കടലിൽ മരിച്ചു വീഴും. ലയ, നീ ഒരിക്കലും ഈ കടലിൽ നിന്ന് കരയിലേക്ക് കയറില്ല. ഞാൻ കടലിലെ ഏറ്റവും വലിയ വിഷമുള്ള നാഗമാണ്, അത് മറക്കണ്ട. വിക്രാന്ത്, നീ എന്തു തന്നെ പറഞ്ഞാലും ചെയ്താലും കരയിലേക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും. ലയ, വിക്രാന്ത് അലറി വിളിച്ചു. സമയം സന്ധ്യയാവുന്നു. മഹാദേവനെ കാണാൻ കടപ്പുറത്തേക്ക് എല്ലാ ആളുകളും യാത്രയായി. തിരുമേനിയും ശിഷ്യന്മാരും മഹാദേവനെ കളഭം ചാർത്താൻ തുടങ്ങി. ഹര ഹര മഹാദേവ, ശംഖനാദം മുഴങ്ങി. മഹി, ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. വാൾ കൊണ്ടുള്ള മാല എടുക്കണ്ടേ? വേണം, വാ. മഹിയും കൂട്ടുകാരും ചേർന്ന് ക്ഷേത്രത്തിൽ കയറി. ഒന്ന് നിൽക്കോ, കളഭം ചാർത്തൽ കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയോ? തിരുമേനി മഹിയോട് പറഞ്ഞു. മഹിയും കൂട്ടുകാരും പുറത്തിറങ്ങി. എന്റെ നെഞ്ചിടിപ്പ് കൂടുന്നു സത്യ. മഹേഷേ, ആകെ പേടിയാകുന്നടാ. മഹാദേവന്റെ മുന്നിലാണ് നമ്മൾ, നീ പേടിക്കണ്ട. ഞാൻ ഈ മാല മേഘയുടെ കഴുത്തിലിട്ടാലേ അവൾക്ക് മനുഷ്യരൂപം കിട്ടൂ. എന്നാലേ എനിക്ക് മേഘയെ വിവാഹം കഴിക്കാൻ പറ്റൂ. ലയ കൂറ്റൻ നീരാളികളുടെ അടുത്തേക്ക് വന്നു. ഈ കടലിനടിയിൽ എന്തു തന്നെ സംഭവിച്ചാലും ഈ രാത്രി മേഘ കടലിൽ നിന്ന് കരയിലേക്ക് കയറരുത്, ലയ നീരാളികളോട് പറഞ്ഞു. മണി മുഴങ്ങി. ശംഖുനാദം ഉച്ചത്തിൽ കരയിലും കടലിലും ഒരുപോലെ മുഴങ്ങി. വിക്രാന്ത് മേഘയുടെ അടുത്തേക്ക് വന്നു. മേഘ, കരയിലേക്ക് പോകണ്ടേ? നിലാവുദിക്കുന്ന സമയത്തിൽ മേഘ കരയിലേക്ക് കയറണം. മേഘ വിക്രാന്തിനെ നോക്കി പുഞ്ചിരിച്ചു. ഇത്രയും കാലം എന്നെ വേണമെന്ന മോഹവുമായി നടന്ന വിക്രാന്ത് ഇപ്പോ എനിക്ക് കാവലായി മാറി. വിക്രാന്തിന് വിഷമമുണ്ടോ ഞാൻ പോകുന്നതിൽ? വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ അർഹിക്കാത്ത സ്നേഹം ഞാൻ ആഗ്രഹിച്ചാൽ എന്ത് ബലം? മേഘ, മഹി, നിങ്ങളാണ് ഈ ജന്മം ചേരേണ്ടവർ. അതിന് ഞാൻ ഒരു നിമിത്തം മാത്രം. പക്ഷേ എന്താ വിക്രാന്ത്? പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, വലിയൊരു പ്രശ്നമുണ്ട്. ഒരുപക്ഷെ എന്നെക്കൊണ്ടോ നിന്നെക്കൊണ്ടോ തന്നെ പരിഹരിക്കാൻ കഴിയാത്ത വലിയൊരു പ്രശ്നം. വിക്രാന്ത്, എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, തെളിച്ചു പറ. അത് ഞാൻ എങ്ങനെയാ മേഘ നിന്നോട് പറയുന്നത്? പറയൂ, എന്താണെങ്കിലും ഞാൻ അറിയേണ്ടതല്ലേ? ചതി നടക്കാൻ പോകുന്നു. ചതിയോ?
ആരെ ചതിക്കുന്ന കാര്യമാണ് നീ പറയുന്നത്? അത് നിന്റെ ചേച്ചി നിന്നെ ചതിക്കുകയാണ്. ചേച്ചി ഇല്ല, ചേച്ചി ഒരിക്കലും എന്നെ ചതിക്കില്ല. എന്നെ സഹായിക്കാനാണ് ചേച്ചി തിരിച്ചു വന്നത് പോലും. ആ ചേച്ചി എന്നെ എങ്ങനെ ചതിച്ചെന്നാ വിക്രാന്ത് നീ ഈ പറയുന്നത്? ലയ ഒരാളെ പ്രണയിക്കുന്നു. ഓ, അതാണോ കാര്യം? എന്നോട് പറഞ്ഞിരുന്നു ചേച്ചി ഒരാളെ സ്നേഹിക്കുന്നു എന്ന്. പക്ഷെ ആ ആളെ മറ്റൊരു പെണ്ണും സ്നേഹിക്കുന്നു. ചേച്ചി ജീവന് തുല്യം സ്നേഹിക്കുന്നു. അതാണോ ചേച്ചി ചതിച്ചു എന്ന് പറയുന്നത്? ലയ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ മേഘയോട്? ഇല്ല. മഹിയെയാണ് ലയ സ്നേഹിക്കുന്നത്. അവളില്ലാത്തൊരു ജീവിതം എനിക്കും വേണ്ട. ഞാൻ ചെയ്ത തെറ്റാണ് എന്റെയും സഹോദരിയുടെയും ജീവൻ നഷ്ടമാകാൻ കാരണം. നിനക്കെന്നെ ഒരിക്കലും കിട്ടില്ല. നിന്റെ ഈ ജന്മം മുഴുവൻ ഞങ്ങളെ ഓർത്ത് കണ്ണീരിൽ കുതിർന്ന് നീ ജീവിക്കണം. ചേച്ചി, ഞാൻ ഈ കടലിലേക്ക് ചാടി അവളോടൊപ്പം മരിക്കാൻ പോകുകയാണ്. ഇനി ഉദ്യോഗഭരിതമായ ആ കഥാന്ത്യം അത് നാളെയാണ്. നാളെ രാത്രി 8 മണിക്ക്. ഒന്നും പറയുന്നില്ല, കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ സ്വന്തം മൂൺലൈറ്റ് HD-യിൽ HD ദൃശ്യമികവോടെ.